നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം കെ രാജൻ വയനാട്ടിൽ വെച്ച് നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായി മാറി. കെ രാജൻ ഈ കല്ലിൻ്റെ മുകളിൽ കല്ല് വെച്ച് കെട്ടുന്നതാണ് ഞങ്ങളുടെ ശീലം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അവസാനം ഒരാൾക്ക് പോലും വീട് നൽകാതെ ഞങ്ങൾ ഈ ചുരം ഇറങ്ങില്ല എന്ന് അദ്ദേഹം വലിയ കാര്യമായി പ്രസ്താവിക്കുകയൊക്കെ ചെയ്തു. കേരളത്തിനെ ഒരുപക്ഷെ അഭിമാന നിമിഷം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒന്നായിരുന്നു ആ വയനാട്ടിൽ നിന്ന ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ട വീടുകളുടെ വിതരണം. അപ്പോൾ ഇങ്ങനെ വീടുകളൊക്കെ വിതരണം ചെയ്തു, ഇങ്ങനെ നിൽക്കുന്നു. അതിനിടയിൽ ടി സിദ്ദിഖ് എന്ന് പറയുന്ന MLA കൂവി വിളിച്ചു. ആ കൂവി വിളിച്ചത് ഇടതുപക്ഷക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അതിശക്തമായ പരിശ്രമങ്ങൾ ഇങ്ങനെ നാനാ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില മാധ്യമങ്ങൾ കൂടി കൂട്ടുചേർന്നുകൊണ്ട് UDF-നോടൊപ്പം ആ രീതിയിലുള്ള കുപ്രചരണം, കള്ളപ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വസീഫിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പൊതുജനം അങ്ങനെ തന്നെ വിശ്വസിച്ചേനെ. ഇടതുപക്ഷക്കാർ ഇപ്പോൾ പുറത്ത് നാളിനെ വിളിച്ചുകൊണ്ട് വന്നു, അവിടെ എത്തി കൂവിച്ചു. ഇപ്പം പുറത്തുനിന്ന് ആൾ വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ആളുകൾ ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അത് കാണാനും വേണ്ടി അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത് കാര്യം, ജനങ്ങൾ എന്തുകൊണ്ട് അവിടെ വന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇതവരുടെ ആദ്യത്തെ അനുഭവമാണ്. ആദ്യത്തെ അനുഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പക്ഷേ കേരളത്തിലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമാണ്, പുതിയ കാഴ്ചയാണ്. എന്താണ് ഇത് എന്ന് പറയുന്ന അറിയാനുള്ള ഒരു കൗതുകമുണ്ടല്ലോ. ഈ കൗതുകത്തിൻ്റെ ഭാഗമായി ഒരു പറ്റം ആളുകൾ അവിടെ എത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു MLA, അദ്ദേഹത്തെ ഒരുപാട് മോശം പറയുന്നില്ല. കാരണം ടി സിദ്ദിഖ് തുടക്ക സമയം, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ അതായത് ആ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ ടി സിദ്ദിഖ് വ്യാപൃതനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇപ്പോൾ നിലവിലില്ല. അദ്ദേഹം ചെറിയ ചെറിയ രീതിയിലൊക്കെ സഹകരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ജനങ്ങളോട് ഒരു വലിയ വഞ്ചന നടത്തി എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അക്കാര്യത്തിൽ സിദ്ദിഖിനും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ സിദ്ദിഖ് പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ സ്വന്തം സംഘടനയെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വ്യർത്ഥ ശ്രമങ്ങൾ മാത്രമാണ്. അപ്പം സിദ്ദിഖിനും അറിയാം, കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി വയനാട്ടിൽ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ള കാര്യം 100% സിദ്ദിഖിന് കൂടി ഉറപ്പുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന MP-മാർ പലരും വലിയ വീരവാദം അടിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി അവിടേക്ക് വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വരുന്നു, അവരെയൊക്കെ കാണുന്നു. അവിടെ വെച്ച് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ കുടുംബത്തിലുണ്ടായ ചില തർക്കങ്ങളെക്കുറിച്ചും വഴക്കുകളെക്കുറിച്ചും പെങ്ങൾ തന്നോട് മിണ്ടാതിരുന്നതിനെക്കുറിച്ചും ഒക്കെ വാചാലനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിൽ ജനങ്ങളൊക്കെ, പാവപ്പെട്ട ജനങ്ങളൊക്കെ ഇത് കണ്ട് കൈയടിക്കുകയൊക്കെ ചെയ്തു. അയ്യോ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ എന്താ ഒരു സ്നേഹം. പക്ഷേ അപ്പോൾ അവർ മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ MP-യെ സംബന്ധിച്ചിടത്തോളം ആ MP-ക്ക് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ചെലവഴിക്കാൻ കഴിയുന്ന ഒരു തുകയുണ്ടായിരുന്നു. അതായത് MP ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു 5 നയാ പൈസ എടുത്തിട്ട് ഞങ്ങൾ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ വയനാടിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്ന സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 നയാ പൈസ CMDRF-ലേക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിട്ടാണ് ഇവർ വന്നു നിന്നുകൊണ്ട് ആ വയനാട്ടിൽ വന്നു നിന്നുകൊണ്ട് അവരുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ തോന്നും മറ്റു പലരും സംഭാവന ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കൂ, സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വലിയ വായിൽ പറഞ്ഞിട്ട് പോയ ഒരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയുമാണ്, കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി കൂടിയാണ്. അവിടെ ഇവിടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന മറ്റൊരു മഹാൻ കൂടിയുണ്ട്. രണ്ടുപേരും BJP-യുടെ 2 മന്ത്രിമാരാണ്, സഹന്മാരാണ്. ഈ 2 സഹന്മാരും ഈ വയനാട് എന്ന് പറയുന്ന നാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. 1 രൂപയുടെ 5 പൈസയുടെ സഹായം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. 1 രൂപയുടെ സഹായം പോലും ചെയ്തു തരാൻ കഴിയാത്ത പോഴന്മാരായ 2 കേന്ദ്രമന്ത്രിമാരായി ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവർ 2 പേരും ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം, നരേന്ദ്രമോദി ഇവിടെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കണ്ടിട്ട് പോയ ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിരുന്നു. അവിടെയാണ് ഒരാൾ പറയുന്നത് ചെയ്യുന്ന മുഖ്യമന്ത്രി ആവുന്നതിന് കാരണം അതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് നല്ല തൻ്റെ ഇടമുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവാകുന്നതിന് കാരണം അതാണ്. അതേസമയം മറ്റൊരു നേതാവ് ഈ പറയുന്ന പോലെ നമ്മുടെ നെതന്യാഹുവിൻ്റെ പിന്നാലെയും ട്രംപിൻ്റെ പിന്നാലെയും ഇങ്ങനെ കൈയും കെട്ടി നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം. അദ്ദേഹത്തിന് പശുക്കൾക്ക് വേദനിച്ചാൽ അദ്ദേഹത്തിന് നോവും. അതേസമയം ഇവിടെ മനുഷ്യർക്ക് വേദനിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നോവില്ല. പശുക്കൾക്ക് എന്തെങ്കിലും പറ്റണം.
പശുക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത വേദനയുള്ള കാര്യമാവും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ആ അദ്ദേഹം വന്ന് ഈ നാട്ടിൽ വന്നിട്ട് നല്ല ഒന്നാന്തരം ഒരു നാടകം, കുരുന്നുകളുടെ മുന്നിൽ പോലും നാടകം കളിക്കാൻ മടിയില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് പറയേണ്ടി വരും. എന്നിട്ട് നമ്മുടെ നാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട 2 കേന്ദ്രമന്ത്രിമാർ ഒരു ചുക്കും ചുണ്ണാമ്പും നമ്മുടെ വയനാടിന് വേണ്ടി ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അവർ 2 പേരെയും മാറ്റി നിർത്താം. പിന്നെ നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ വിളിച്ചു പറഞ്ഞ് രമേശ് ചെന്നിത്തല കുറച്ച് പൈസ എടുത്തിട്ട് അല്ലെങ്കിൽ 1 മാസത്തെ ശമ്പളം കൊടുത്തുകൊണ്ട് CMDRFിലേക്ക് നൽകിയതിൻ്റെ പുറത്ത് അദ്ദേഹത്തെ വിമർശിച്ച ഒരു KPCC അധ്യക്ഷനുണ്ടായിരുന്നു, കെ സുധാകരൻ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട് പണം പിരിക്കാൻ. എന്നിട്ട് എവിടെയാ പണം എന്ന് ആരും ചോദിക്കരുത്, പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു നേതാവാണ് കെ സുധാകരൻ, കണ്ണൂരിൻ്റെ MP. ഇത്രയും വലിയ വായിൽ പറഞ്ഞ കണ്ണൂരിൻ്റെ MP ആ MP ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ എടുത്ത് ചെലവാക്കിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ആകപ്പാടെ ചെലവാക്കിയ ഒരാൾ ഷാഫി പറമ്പിൽ കൊടുത്തില്ല എന്ന് പറയാം. ഷാഫി പറമ്പിൽ കൊടുത്തു. ഈ പറയുന്ന നമ്മുടെ പിന്നെ MP ആയിരിക്കുന്ന ജോസ് കെ മാണി കൈ അടിക്കണം അദ്ദേഹത്തിന്, നന്നായിട്ട് ചേർത്ത് കൈ അടിക്കണം അദ്ദേഹത്തിന് വേണ്ടി. കാര്യം 2.5 കോടി രൂപയാണ് MP ഫണ്ടിൽ നിന്നും വയനാടിന് പിന്നെ പുനരധിവാസ പാക്കേജിലേക്ക് അദ്ദേഹം നൽകിയത്, CMDRFിലേക്ക് 2.5 കോടി രൂപ. ഇതുകൂടാതെ അദ്ദേഹം അല്ലാതെയും അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്നുള്ള നിലയിലും പണം കൊടുത്തിട്ടുണ്ട്. 2.5 കോടി രൂപ MP ഫണ്ടിൽ നിന്നും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും പണം കൊടുത്ത ഒരു MP ആണ് ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണി MP. കൈയടിക്കണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കൂ. എന്നാൽ അതേസമയം VK ശ്രീകണ്ഠൻ ഇവരൊക്കെ വിമർശിക്കുകയാണ്. KC വേണുഗോപാൽ ഇവിടെ കൊടുക്കുന്ന പെൻഷൻ, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതാണ്, ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ ഒരു നേതാവാണ് KC വേണുഗോപാൽ. ഒരു നയാ പൈസ കൊടുത്തിട്ടില്ലല്ലോ ഇവർക്ക് വേണ്ടിയിട്ട്, വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട്. അവിടെ വന്നിന്ന് വലിയ വായിൽ പ്രസംഗിക്കുകയുണ്ടായല്ലോ. സംസ്ഥാന സർക്കാരിന് ഞങ്ങൾ പിന്നെ വസ്തു ചോദിച്ചു, സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വസ്തു തന്നില്ല, ഞങ്ങൾ വേണ്ട വീടിന് കല്ലിടുന്നു, ഞങ്ങൾ ഇപ്പോൾ വീട് പണി തുടങ്ങും, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് വയനാടുകാരുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇളകിയാടുകയായിരുന്നല്ലോ ഈ പറയുന്ന നമ്മുടെ KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ MP ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു നയാ പൈസയുടെ സഹായം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്തിട്ടേ ഇല്ല KC വേണുഗോപാൽ. എന്നിട്ടാണ് ആ പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആടുന്നത്. ഷാഫി പറമ്പിൽ 25 ലക്ഷം രൂപ കൊണ്ടുവന്നു, പക്ഷേ അത് കൊടുത്തില്ല, CMDRFിൽ കൊടുത്തില്ല. അതല്ലാതെ വേറെ എവിടെയോ മറിച്ചു. ഇപ്പോഴും അറിയില്ല ഈ വയനാടിന് വേണ്ടി കോൺഗ്രസ് പിരിച്ചത് എത്ര രൂപയാണ് എന്നുള്ള കാര്യം. VK ശ്രീകണ്ഠൻ കൊടുത്തിട്ടില്ല, ഒരു ഗുണവുമില്ലാത്ത നേതാവാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂര്, ഇവരൊന്നും, പിന്നെ അടൂർ പ്രകാശിന് ഒരു കുഴപ്പമുണ്ട്. അടൂർ പ്രകാശിന് ഈ പറയുന്ന സാധാരണക്കാർക്ക് പൈസ കൊടുക്കാനോ MP ഫണ്ടിൽ നിന്ന് അനുവദിക്കാനൊന്നും അടൂർ പ്രകാശിന് സമയമില്ല. അടൂർ പ്രകാശിന് പിന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എന്തെങ്കിലും റിപ്പയറിംഗ് പണികൾ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ MP ഫണ്ടിൽ നിന്നും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ചിലപ്പോൾ തുക ഒരുപക്ഷെ അടൂർ പ്രകാശ് അനുവദിച്ചേനെ. അല്ലാതെ ജനത്തിന് കൊള്ളാവുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ എന്ത് ചെയ്തു? ഞാൻ ഈ പറയുന്ന എല്ലാം കോൺഗ്രസിൻ്റെ MPമാരാണെന്നേ. ഈ കോൺഗ്രസിൻ്റെ MPമാരൊക്കെ ഈ നാട്ടിന് വേണ്ടിയിട്ട്, വയനാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? എന്നിട്ടും ഘോരഘോരം പ്രസംഗിക്കുകയാണ്. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? ആ വയനാടുകാരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ അത്രയ്ക്ക് ഉളുപ്പ് വേണം. ഉളുപ്പ്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഇനി ഇലക്ഷൻ പ്രചരണ സമയങ്ങളിലൊക്കെ വയനാടുകാരുടെ മുന്നിൽ, ആ ടൗൺഷിപ്പിൻ്റെ മുന്നിൽ വേദി കെട്ടി ഒരുക്കിക്കൊണ്ട് നാട്ടിലെങ്ങും കൊള്ളാത്ത 10, 60,000, 70,000-ഓളം ആൾക്കാരെ സ്റ്റേജിനകത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട്, എല്ലാ സെക്രട്ടറിമാരാണല്ലോ, അവരെ എത്രയും കയറ്റി നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉളുപ്പില്ലാതെ വിളിച്ചു പറയാൻ, നീ കോൺഗ്രസ്സുകാരെ കുറിച്ച് പുച്ഛം തോന്നുന്നു, ഞങ്ങളങ്ങ് മലമറിച്ചു എന്ന് പറയാൻ, ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളങ്ങ് ചെയ്തു തന്നു, ഒരു നല്ല കാര്യമുണ്ടോ പറയാൻ? ഒരു നല്ല കാര്യം? ഇപ്പോൾ ദാ പേരാവൂരിൽ നിന്ന് മത്സരത്തിന് വേണ്ടി കച്ചകെട്ട് ഒരുങ്ങിയിറങ്ങിയിരിക്കുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ 1000 ആവർത്തി പറഞ്ഞല്ലോ, എൻ്റെ പേരിലാണ് വസ്തു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള സണ്ണി ജോസഫ് ഇവരെ കോൺഗ്രസ് പിരിച്ച തുക എത്രയെന്നോ, അത് എത്ര രൂപ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെന്നോ ഇന്ന് വരെ ഒരാളോട് പോലും വെട്ടി തുറന്ന് പറയാത്ത ബോധമില്ലാത്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ആ സണ്ണി ജോസഫ് എപ്പോഴെങ്കിലും 1 രൂപ കൊടുത്തിട്ടുണ്ടോ ഈ പറയുന്ന പിന്നെ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി CMDRFിലേക്ക്? മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതാണല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. ഇനിയുണ്ട്. നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ IC ബാലകൃഷ്ണൻ തൊട്ടടുത്ത് കിടക്കാണ്, ബത്തേരിക്കാരൻ. ഇപ്പോൾ ഒരു ചെറിയ ഇൻഡാസ് നീട്ടിപ്പിടിച്ചിറങ്ങിയിട്ടുണ്ട്. ഞാൻ കൊടുത്തു, 50,000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ KK രമ കൊടുത്തിട്ടില്ല, 1 രൂപ പോലും കൊടുത്തിട്ടില്ല വയനാടിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, റോജി M ജോൺ, മാത്യു കുഴൽനാടൻ, അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ.
ജോസ് കെ മാണിക്കെതിരെ പാലായിൽ മത്സരത്തിന് തട്ടൊരുക്കിക്കൊണ്ടിരിക്കുന്ന മാണി സി കാപ്പൻ ₹1 കൊടുത്തിട്ടില്ല ഈ പിന്നെ വയനാട് പുനരധിവാസ പദ്ധതിയുമായിട്ട്. പിന്നെ ചാണ്ടി ഉമ്മൻ, ഇവിടെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയത് മതി, എൻ്റെ അപ്പൻ ഉണ്ടാക്കിയത് മതി, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് മതി ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് നടന്ന് ചാണ്ടി ഉമ്മൻ ₹1 വയനാടിന് വേണ്ടി കൊടുത്തിട്ടില്ലെന്നേ. ₹1 കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ അവിടെയുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം പിന്നെ ചാണ്ടി ഉമ്മന് കൊടുത്ത ഒരു നിവേദനം, അതിൻ്റെ കാരണങ്ങൾ പറയുന്നില്ല, ഒരു നിവേദനം പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഫേസ്ബുക്ക് വഴി. ഒരു നിവേദനം പുറത്ത് വിട്ടിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടുവന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് ഒരു MLA ഒരു നിവേദനം കൊടുത്ത ഒരു യുവതിയോട് പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് ഇത്. ചാണ്ടി ഉമ്മ പറഞ്ഞ മറുപടിയാണ്. ആ ചാണ്ടി ഉമ്മനെയൊക്കെ വിശ്വസിച്ചിട്ട്, അതായത് ഈ റോജി എം ജോണിനെ പോലെയുള്ള, IC ബാലകൃഷ്ണനെ പോലെയുള്ള, ഈ പറയുന്ന സണ്ണി ജോസഫിനെ പോലെയുള്ള, നമ്മുടെ KK രമയെ പോലെയുള്ള, അതോടൊപ്പം തന്നെ നമ്മുടെ മാത്യു കുഴൽനാടിനെ, അനൂപ് ജേക്കബിനെ പോലുള്ളവരെയൊക്കെ ഈ വിശ്വസിച്ചുകൊണ്ട് നാളെ ഈ പൊതുജനം വോട്ട് രേഖപ്പെടുത്തണം. ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് പോലും നമ്മുടെ നാടിൽ നമ്മളെല്ലാവരും ഒരു സുപ്രഭാതത്തിൽ ഞെട്ടി ഉണർന്നത് ആ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. ആ ദുരന്തത്തെ നമ്മൾ എങ്ങനെ നേരിടും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ ദുരന്ത വാർത്ത കേട്ട് ഞെട്ടി ഉണർന്നത്. ആ സമയത്ത് ആ ദുരന്തബാധിതരെ പോലും വെറുതെ ഒരു കൈ നീട്ടി സഹായിക്കാൻ പോലും തയ്യാറല്ലാത്ത ഈ നികൃഷ്ടമായ മനസ്സോടുകൂടി നടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നാളെ നമ്മൾ നമ്മുടെ ഭരണാധികാരികളായി വിളിച്ചു കയറ്റി ഇരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉടുക്ക് കൊട്ടിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വയനാടുകാരുടെ മുന്നിൽ ഉളുപ്പില്ലാതെ വന്ന് നിന്ന് വോട്ട് അഭ്യർത്ഥിക്കണമെങ്കിൽ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട വയനാടുകാരെ, നിങ്ങളെക്കുറിച്ച് ഈ കോൺഗ്രസ്സുകാർ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.